നമസ്കാരം. ഫണ്ട് 360 സ്വാഗതം. പ്രസാദ് മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ബൈബാക്കാണ്. നമുക്കറിയുന്ന പോലെ തന്നെ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് ഷെയർ ബൈബാക്ക് ഒത്തിരി കമ്പനികളൊക്കെ നടത്തി, TCS മുതലായിട്ടുള്ള കമ്പനി L&T ഒക്കെ. അപ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ്, ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷെയർ ബൈബാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്, ഗുണം എന്താണ്, ദോഷം എന്താണ്. പിന്നെ കുറേ പേര് ഈ പറഞ്ഞ പോലെ കുഞ്ഞൻ കമ്പനികൾ ഉൾപ്പെടെ ഷെയർ ബൈബാക്ക് ഒക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ ബൈബാക്ക് ഷെയർ നടത്തുമ്പോൾ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തോന്നലുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചാടിക്കയറി കുറേ പേര് ഈ ഒരു ഷെയർ ബൈബാക്ക് എന്താ പറയുന്നത് ഉള്ള സമയത്ത് വാങ്ങിക്കുന്നവരുണ്ട്, എന്നിട്ട് ടെൻഡർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷെയർ ബൈബാക്ക്, അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം എന്താണ്, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ അറിയണം, ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പോകുന്നത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കമ്പനി ബൈബാക്ക് ചെയ്തിട്ടുള്ള ഷെയറുകളുടെ ഒരു അവസ്ഥകൾ നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ 2021 ഏകദേശം 14,341 കോടി രൂപയുടെ ഷെയർസാണ് ബൈബാക്ക് ചെയ്തത്. 2022 ആയപ്പോഴത്തേനും അത് 37,519 അപ്പോൾ ഏകദേശം 3 ഇരട്ടിയോളം, 2.5 ഇരട്ടിയോളമായി. അത് കഴിഞ്ഞ് 2023 എത്തിപ്പോയി 47,500 അത് ഏകദേശം 1.25 ഇരട്ടിയായി മാറി. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഈ ബൈബാക്ക്, ഒരു കമ്പനിയുടെ ഇക്വിറ്റി പ്രൊമോട്ടേഴ്സ് ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ബൈബാക്ക് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് മറ്റുള്ള നിക്ഷേപകരുടെ കയ്യിലിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അവർ വാങ്ങിച്ച് പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂട്ടുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഷെയർ ബൈബാക്ക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പ്രൊമോട്ടർ ഓഫർ ചെയ്യുന്ന ഈ ഒരു ബൈബാക്ക് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. അതിന് ചില അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വേദാന്തയുടെ ഒക്കെ ഒരു ബൈബാക്ക് ഓഫറൊക്കെ മാർക്കറ്റ് പ്രൈസുമായിട്ട് അത്രയൊരു കോമ്പിറ്റൻ്റ് അല്ലായിരുന്നു രണ്ടാമത്തെ തവണ. പക്ഷെ മൂന്നാമത്തെ തവണ അത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരുന്നു. എങ്കിൽ പോലും കൂടുതൽ പേർ എൻട്രി ചെയ്തത് വളരെ ഉയർന്ന നിലവാരത്തിലായതുകൊണ്ട് ആ ബൈബാക്ക് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒരു സത്യം അതിൻ്റെ അകത്ത്. ബാക്കി അല്ലാത്ത രീതിയിലൊക്കെ മിക്കവാറും ഒരു മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹയർ പ്രൈസിനാണ് ബൈബാക്ക് ചെയ്യാറ്. അപ്പോൾ റെഗുലേറ്ററി അപ്രൂവലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആകെ നിലനിൽക്കുന്ന ഒരു ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയുടെ നിയമം അനുസരിച്ച് മൊത്തമുള്ളതിൻ്റെ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ 25% കൂടുതൽ ഒരൊറ്റ തവണ അങ്ങോട്ട് ബൈബാക്ക് ചെയ്യാൻ പാടില്ല ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്നുള്ള ഒരു ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് വലിയൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഈ ഒരു ബൈബാക്ക് പ്രോസസ്സ് ഒരു വർഷത്തിനുള്ളിൽ നടത്തണമെന്നുള്ള ഒരു ടൈം ഫ്രെയിമും അല്ലാത്ത രീതിയിൽ ബാക്കിയുള്ളതെല്ലാം വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബൈബാക്ക് നടത്തുന്നതുകൊണ്ട് കമ്പനിക്കും അല്ലെങ്കിൽ നിക്ഷേപകനുമുള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബൈബാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർസിൻ്റെ എണ്ണം കുറയും. ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർസിൻ്റെ എണ്ണം കുറയുന്നത് ഒരു കണക്കിന് നല്ലതും മറ്റൊരു കണക്കിൽ ദോഷവുമാണ്. ഫ്രീ ഫ്ലോട്ടിംഗ് ഷെയർസിൻ്റെ എണ്ണം കുറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയെക്കുറിച്ച് സാധാരണ രീതിയിൽ വലിയ കമ്പനിയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും പ്രൈസ് മൂവ്മെൻറ്റ് സാധാരണത്തേക്ക് കുറച്ച് അധികമായിരിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽസ് കുറച്ച് ഇമ്പ്രൂവ് ആവും. കാരണം EPS നോക്കുകയാണെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ, അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ നോക്കുമ്പോൾ ഷെയർസിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് സാധാരണ രീതിയിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു EPS ഉണ്ടാവും. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു EPS ആണെങ്കിൽ സാധാരണ രീതിയിൽ PE റേഷ്യോ, പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോയും മെച്ചപ്പെട്ട രീതിയിൽ, അതായത് കുറഞ്ഞ PE റേഷ്യോ ആയിരിക്കും കാണിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റിമെൻ്റ് ആണ്. അതായത് പ്രൊമോട്ടർ തന്നെ ഒരു കമ്പനിയുടെ സ്റ്റേക്ക് തിരിച്ചു വാങ്ങുമ്പോൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സെൻറ്റിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്, ആ കമ്പനിയുടെ വില എന്ന് പറയുന്നത് ഒരു അണ്ടർ വാല്യൂഡോ അല്ലെങ്കിൽ ഫെയർലി പ്രൈസ്ഡ് ആണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അല്ലേ പ്രൊമോട്ടേഴ്സ് വാങ്ങിക്കൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സിഗ്നലാണ് കമ്പനി ഈ ഒരു മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മുകളിലേക്ക് പോകുമെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. പിന്നെ നിക്ഷേപനെ സംബന്ധിച്ച് ഈ ഒരു ബൈബാക്കിൽ നമ്മൾ പങ്കെടുത്തിട്ട് കമ്പനി നമ്മുടെ ഷെയർസ് തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊരു റിവാർഡാണ് നിക്ഷേപനെ സംബന്ധിച്ച്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ വിലയ്ക്ക് വാങ്ങിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു കുറച്ചും കൂടി ടാക്സ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ റിട്ടേൺ ആണ്. നമുക്കറിയാം, ഡിവിഡൻ്റൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ മൊത്തം ഇൻകമിൻ്റെ കൂടി അങ്ങോട്ട് കൂട്ടും. നമ്മുടെ ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ ഡിവിഡൻറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകം 17 ലക്ഷമായിട്ട് കൂട്ടും. പക്ഷേ ഈ ഒരു റിട്ടേൺസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് മാത്രമേ കൂട്ടുള്ളൂ. സാധാരണ രീതിയിൽ നമ്മുടെ ഇൻകമിനേക്കാളും കുറഞ്ഞിരിക്കും. അപ്പോൾ നിക്ഷേപകന് അങ്ങനത്തെ ഒരു ലാഭവും കൂടിയുണ്ട്. പിന്നെ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ചില കമ്പനികളൊക്കെ നമുക്കറിയാം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, ESOP വഴി അവരുടെ എംപ്ലോയീസിന്, അവരുടെ ജീവനക്കാർക്ക് കുറച്ച് ഷെയറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ESOP വഴി കൊടുക്കുമ്പം സ്റ്റേക്ക് സത്യം പറഞ്ഞാൽ പ്രൊമോട്ടർ സ്റ്റേക്ക് ഡൈല്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യം 100 ഷെയർ ആണുള്ളതെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ESOP വഴി കുറച്ച് ഷെയർ 10 എംപ്ലോയീസിന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേക്ക് ഡൈല്യൂഷനാണ് നടക്കുന്നത് പ്രൊമോട്ടറുടെ. അപ്പോൾ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പോയിട്ടുള്ള, കുറഞ്ഞു പോയിട്ടുള്ള സ്റ്റേക്ക് കമ്പനി മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തത് തിരിച്ചു വാങ്ങിക്കുമ്പം വീണ്ടും പ്രൊമോട്ടർ സ്റ്റേക്ക് ഉയർന്നു വരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ESOP കൂടി നഷ്ടപ്പെട്ടുള്ള ഷെയർസൊക്കെ
തിരിച്ച് കിട്ടിയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസവും കൂടി ഈ ഒരു ബൈബാക്ക് ഓഫർ കൊണ്ട് നടക്കും. മറ്റൊരു കാര്യം, പല കമ്പനികളും, ചില കമ്പനികളൊക്കെ വളരെ ക്യാഷ് റിച്ച് കമ്പനിയാണ്. അപ്പോൾ ക്യാഷ് റിച്ച് കമ്പനികളെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് കണ്ടമാനം കയ്യിലുണ്ട്, ബുക്സിലുണ്ട്, പക്ഷേ ഈ ക്യാഷ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒക്കെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു പൈൽ ഓഫ് ക്യാഷ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അക്വിസിഷൻ ഒന്നും ചിലപ്പം മറ്റ് കമ്പനികൾ അക്വയർ ചെയ്യുന്നൊന്നും ചിലപ്പം അത്ര ഒരു നല്ലൊരു കാര്യമായിട്ടൊന്നും തോന്നില്ല. അപ്പം ഈ ഒരു രീതിയിൽ ആ ഒരു ക്യാഷ് പൈൽ ഉപയോഗിച്ചിട്ട് കൂടുതൽ സ്റ്റേക്ക് ബൈബാക്ക് ചെയ്യുക എന്നുള്ളൊരു നല്ലൊരു ഓപ്ഷനായിട്ട് കാണും. ബുക്സ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. അതാണ് മറ്റൊരു ഗുണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിയും EPSും ROEയും, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും, ഇതെല്ലാം കുറച്ചൊരു നല്ല നമ്പേഴ്സിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ഡേറ്റ നോക്കിയിട്ട് ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ റേഷ്യോസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ബൈബാക്ക് കഴിയുമ്പം കമ്പനിയെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു നല്ല വാല്യൂസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവസാനത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. കാരണം ഹോസ്റ്റൽ ടേക്ക് ഓവേഴ്സ്, മറ്റൊരു കമ്പനി പതുക്കെ അവരുടെ പ്രോക്സി വഴിയോ അവരുടെ മറ്റ് ഹോൾഡിംഗ് കമ്പനികളൊക്കെ വഴി വേറൊരു കമ്പനിയുടെ ഷെയർസ് ഇങ്ങനെ പതുക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ട് അവർ മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡറായി മാറുക, കൺട്രോളിങ് സ്റ്റേക്ക് അവരുടെ അടുത്തെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ബൈബാക്ക് വഴി ഒരു അനുകൂലമായ സാഹചര്യത്തിൽ ബൈബാക്ക് ചെയ്യുന്നത് വഴി പ്രൊമോട്ടേഴ്സിന് അവരുടെ കൺട്രോൾ തന്നെ നിർത്താൻ കഴിയും. പ്രൊമോട്ടറിനെ സംബന്ധിച്ച് അതും ഒരു നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ബൈബാക്കിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് എത്ര തരത്തിലുള്ള ബൈബാക്കുകളൊക്കെ ഉണ്ടെന്ന് പറയാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ബൈബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടിയിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ട് എക്സ്ചേഞ്ചിനെയൊക്കെ അറിയിച്ചിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ട്, ബൈബാക്കിന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ളവർ അവരുടെ കയ്യിലുള്ള ഷെയർസ് തിരിച്ചു കൊടുക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് അവർ എടുക്കുന്നു, ഒരു റേഷ്യോ വെച്ചിട്ടൊക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ബൈബാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കൂടാതെ മറ്റ് മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളത് പറയാം. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ബൈബാക്കാണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടിട്ടുള്ളത്. അപ്പം കമ്പനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ കൂടി തിരിച്ചു വാങ്ങിക്കുന്നു, ഇഷ്ടമുള്ളവർ ഓഫർ ചെയ്യുന്നു, അപ്പോൾ അവർ തിരിച്ചു കൊടുക്കുന്നു. അപ്പം ആ ഒരു ക്യാഷ് എത്ര രൂപയ്ക്കാണോ അവർ ഓഫർ ചെയ്ത ആ ഒരു ക്യാഷ് നേരിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നു. ആ ഒരു ഷെയർ ഹോൾഡർ ആരായിരുന്നു അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളത്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, അതായത് ഓപ്പൺ മാർക്കറ്റ് ബൈബാക്ക്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് പ്രൈസ് ടെൻഡർ ഓഫറാണ്. അതായത് കമ്പനി ഒരു ഫിക്സ്ഡ് പ്രൈസ് പറയും, ആ വിലയ്ക്ക് കൊടുക്കാൻ തയ്യാറുള്ളവർ മാത്രം കൊടുക്കുക, ബാൻഡൊന്നുമില്ല. നമ്മുടെ വേദാന്തയുടെ രണ്ടാമത്തെ ബൈബാക്ക് ഓഫർ ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ മാർക്കറ്റ് വാല്യൂ ഈ പറഞ്ഞതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പം ഈ ഒരു രീതിയിലുള്ള ഫിക്സ്ഡ് പ്രൈസ് ടെൻഡർ ഓഫർ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. മറ്റൊന്നുള്ളത് ഡച്ച് ഓപ്ഷൻ ടെൻഡർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഡച്ച് ഓപ്ഷൻ ടെൻഡർ പ്ലാൻ എന്ന് പറയുന്നത് സാധാരണ ഇന്ത്യയിൽ അത്ര കാര്യമായിട്ട് കണ്ടുവരാറില്ല, തീരെ കണ്ടിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മൾ പണ്ടത്തെ ജെറ്റ് എയർവേസിൻ്റെ കേസിൻ്റെ അകത്തൊക്കെ അങ്ങനെയൊക്കെ നടന്നത്. അപ്പോൾ ഡച്ച് ഓപ്ഷൻ ടെൻഡർ ഓഫർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു കമ്പനിയുടെ കൂടുതൽ ഷെയർസ് അല്ല, താരതമ്യേന കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറെ സമീപിക്കുക, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ മാത്രം തിരിച്ചു വാങ്ങിക്കുക. ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ ഓഫർ അല്ല, അവരുടെ അടുത്ത് മാത്രം ഡീൽ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് തിരിച്ചു വാങ്ങിക്കുക എന്നുള്ള രീതിയിലുള്ളതാണ് അത് നടക്കുന്നത്. പലപ്പോഴും അത് ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് തന്നെയാണ് പോകാറ്. നാലാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് നെഗോസിയേഷൻ ഷെയർ ഹോൾഡേഴ്സുമായിട്ട്. പക്ഷെ സാധാരണ രീതിയിൽ ആ വഴിക്ക് ആരും പോകാറില്ല, മറ്റൊന്നും കൊണ്ടല്ല, അത് വളരെ കോംപ്ലക്സ് മെക്കാനിസമാണ്. കൂടാതെ ഇത്രയും കോംപ്ലക്സിറ്റി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ബൈബാക്കിൻ്റെ ഒരു ആവശ്യം പലപ്പോഴും കമ്പനിക്ക് വേണ്ടി വരാറുമില്ല. കാരണം പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള കോസ്റ്റ് താരതമ്യേന വളരെ കൂടുതലാണ്. അപ്പം കൂടുതലായിട്ട് നടക്കാറ് ഓപ്പൺ ഓഫർ തന്നെയാണുള്ളത്, ഓപ്പൺ മാർക്കറ്റ് ബൈബാക്ക് തന്നെ. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിംഗ് ആണ് പ്രശ്നം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫിക്സ്ഡ് പ്രൈസോ അല്ലെങ്കിൽ ഒരു ബാൻഡിലോ വെച്ചിട്ട് ഓപ്പൺ ഓഫർ കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ട് ക്രാഷായി കഴിഞ്ഞാൽ ഓഫർ കൊടുത്ത ഇതിൻ്റെ അകത്ത് ഇത്രയും ഷെയർസ് ചിലപ്പോൾ നമ്മളൊരു ഹയർ പ്രൈസിന് നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടതായിട്ട് കമ്പനിക്ക് ഒരു ബാധ്യതയായിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അതൊരു നഷ്ടക്കച്ചവടമായിട്ട് മാറും. ഇതിന് നേരെ തലതിരിഞ്ഞ് സംഭവിക്കാം, ഈ ബാൻഡിനേക്കാളും ചിലപ്പോൾ ഉയർന്ന വിലയിലേക്ക് ഈ കമ്പനിയുടെ ഷെയർസ് പോയിട്ടുണ്ടെങ്കിൽ ആരും ടെൻഡർ ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെയായി കഴിയുമ്പോഴും ഈ ഒരു ബൈബാക്ക് എന്ന് പറയുന്ന ആ ഒരു ശ്രമം അവിടെ പരാജയപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്, ചില സമയങ്ങളിലൊക്കെ ചില കമ്പനികൾക്ക് നമുക്കറിയാം, ഏകദേശം ഇപ്പം തന്നെ പൈപ്പ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന വലിയ കമ്പനികളല്ല, കുഞ്ഞൻ കമ്പനികൾ പോലും ബൈബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൈബാക്കിൻ്റെ അകത്ത് പല കമ്പനികളും ചിലപ്പോൾ ഡെറ്റൊക്കെ വളരെ കൂടുതലുള്ള കമ്പനികളാണ്.
അപ്പോൾ അവർ കൂനിമേ കുരു എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് ഈ ബൈബാക്ക് നടത്തുന്നത്. അതായത് മാർക്കറ്റ് സെന്റിമെന്റ് ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം. പക്ഷേ നഷ്ടത്തിലുള്ളൊരു കമ്പനി അവർക്ക് കടമെടുത്തിട്ട് ബൈബാക്ക് ചെയ്യുമ്പം അത് കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രെയിൻ ആണ് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് സാധാരണ പറയാറ്, ക്യാഷ് സർപ്ലസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ അക്വിസിഷന് വേണ്ടിയിട്ടോ ക്യാപെക്സ് സ്പെൻഡിങ്ങിനോ നമ്മുടെ കൂടുതൽ കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റവന്യൂസ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഇതിനു പകരം പ്രൊമോട്ടറുടെ സ്റ്റേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ആ ക്യാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കമ്പനിയെ നമ്മൾ നോക്കുമ്പോൾ കമ്പനിക്ക് കാര്യമായിട്ടൊരു ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതലായിട്ടുള്ള ഒരു ഹയർ റവന്യൂ ഒന്നും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു പോരായ്മ ഇതിനുണ്ട്. അവസാനത്തെ ഡിസഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ലിക്വിഡിറ്റി കുറയും, നമ്പർ ഓഫ് ഷെയർസ് കുറയുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു ബെറ്റർ പ്രൈസ് ഡിസ്കവറി അത് പലപ്പോഴും ആ ഒരു ഷെയറിനെ സംബന്ധിച്ച് നടക്കാതെ പോകും. നമുക്കറിയുന്ന പറഞ്ഞ ചില സ്റ്റോക്കുകളൊക്കെ ഉണ്ട്, ഒരു ടപ്പാരിയ ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരത് തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ ലിക്വിഡിറ്റി താരതമ്യേന വളരെ കുറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു ഡീൽ പോലും നടക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ലിക്വിഡിറ്റി ക്രൈസിസ് പലപ്പോഴും വരും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ബൈബാക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മിക്ക ബ്രോക്കേഴ്സിൻ്റെയും ബാക്കിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണാം. ആ ടാബിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ബൈബാക്ക് ഓഫർ ചെയ്യുന്ന കമ്പനികളെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് TCS ആണെങ്കിൽ അതിൻ്റെ അകത്ത് TCS എന്ന് പറഞ്ഞിട്ട് ബൈബാക്ക് ഓഫർ കാണാം. അതിൻ്റെ അകത്ത് നിങ്ങൾ എത്രയാണോ ഈ ഒരു ബൈബാക്ക് ഓഫറിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എണ്ണം കൊടുക്കുക. 5 എണ്ണമെങ്കിൽ 5, 10 എങ്കിൽ 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾ ബൈബാക്ക് ഓഫർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അവർ അത് ആക്സെപ്റ്റ് ചെയ്താൽ കമ്പനി 5 എണ്ണം എടുക്കാവുന്നുണ്ടെങ്കിൽ അവരത് എടുക്കും. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് ആ ഒരു പണം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. ബൈബാക്കിനെ കുറിച്ച് കുറേ പേർക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.